ഇന്ന് നമുക്ക് റവയും തേങ്ങയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി നമുക്ക് ആദ്യം 1.5 കപ്പ് റവ വേണം. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയായാലും പ്രശ്നമൊന്നുമില്ല. ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നിങ്ങൾക്ക് കുറച്ചധികം വേണമെങ്കിൽ അധികം ചേർക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് ജീരകമാണ്. നല്ല ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഈ ഒരു റവയും തേങ്ങയും കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ റവ ചെറുതായിട്ടൊന്ന് നനഞ്ഞ് വരും. അപ്പോൾ ഞാനിവിടെ തേങ്ങയും റവയും നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റവനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഒരു പാനിലേക്ക് ഈ റവ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് കറുത്ത എള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എള്ള് ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു പാനിലിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം വേണം ഈ ഒരു റവ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് റവ നന്നായിട്ട് വറുത്തെടുക്കാം. എന്നാൽ റവൻ്റെ കളറ് മാറിപ്പോകാനും പാടില്ല. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ റവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. റവ ഒന്ന് പകുതി വറുത്തെടുത്തിട്ട് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങയും നെയ്യിലും നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പകുതിയോളം റവ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റവ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതെ വേണം നമ്മൾ ഇതിനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. എന്നാൽ റവൻ്റെ കളറൊന്നും മാറിയിട്ടുമില്ല. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ഈ ഒരു റവയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഏലക്കാപ്പൊടി കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ചൊഴിക്കരുത്, കുറച്ച് കുറച്ചായി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർത്ത് റവ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു ചെറിയ കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് നെയ്യ് തടവിയിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ ഈ റവ ഇതിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി പ്ലേറ്റിലേക്ക് 1-2 തവണ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ റവ ഈ ഒരു കപ്പിൽ നിന്ന് വിട്ട് വരും. ഇതുപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം. അപ്പം മുഴുവനും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.